പ്രജിതെ, ഈ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും ഉലച്ചിലായോ? അവർ തമ്മിൽ, ഇന്ത്യയും റഷ്യയും തമ്മിൽ തെറ്റിയോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ടാകുന്നു. തെറ്റിയിട്ടൊന്നുമില്ല, തെറ്റിയിട്ടില്ല. പക്ഷെ അത് എന്താ പറയാ, ലോക മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റഷ്യക്ക് പാകിസ്ഥാനിൽ ചില താല്പര്യങ്ങളുണ്ട്. അതായത് പാകിസ്ഥാനിലുള്ള ഒരു സ്റ്റീൽ മില്ല് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് റഷ്യ പാകിസ്ഥാനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കരാറുമായി മുന്നോട്ട് പോകുന്നത് ഇന്ത്യക്കൊരു താക്കീതാണ് എന്നുള്ളതാണ് മാധ്യമങ്ങളെല്ലാം തന്നെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഒരു രാജ്യം, ആ രാജ്യം മറ്റൊരു രാജ്യവുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിന് എതിരെ ഒന്നും ഇന്ത്യക്ക് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുമൊന്നുമില്ല. പിന്നെ റഷ്യയുമായിട്ട്, ഈ സോവിയറ്റ് യൂണിയൻ ആ കാലഘട്ടം മുതൽ ഇന്ത്യയുമായിട്ട് ചേർന്ന് നിന്ന് പോയിട്ടുള്ള ഒരു രാജ്യമാണ്. അതിനിടയിൽ എത്രയോ പ്രശ്നങ്ങൾ, എന്തെല്ലാം ജിയോ പൊളിറ്റിക്സിൽ മാറ്റങ്ങൾ വന്നു. ആ ബന്ധത്തിനൊന്നും ഉലച്ചിലുണ്ടായിട്ടില്ലല്ലോ. ഇനി നമുക്ക് ഇതും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നാളെ ജിയോ പൊളിറ്റിക്സിൽ എന്ത് സംഭവിക്കും അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ മറ്റു പല പ്രധാനപ്പെട്ട നീക്കങ്ങളുമൊക്കെ സംഭവിക്കുന്നുണ്ടാകാം. നമ്മളിലേക്ക് എത്തുമ്പോൾ ആ ഒരു ടൈം എടുക്കുന്നു എന്നുള്ളത് ഉണ്ടാവാം. എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ, റഷ്യയുമായിട്ട് കറാച്ചിയിൽ ദീർഘകാലമായിട്ട് നിലവിൽ ശോച്യാവസ്ഥയിലുള്ള നിന്നുപോയ ഒരു സ്റ്റീൽ പ്ലാന്റ് ആണ്. ആ സ്റ്റീൽ പ്ലാന്റ് ആണ് അവർ പുനരുജ്ജീവിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മോസ്കോയിലെ പാക് എംബസിയിലെ സെക്രട്ടറി ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് പാകിസ്ഥാൻ സൈഫ് അൻജും മൂപ്പരും റഷ്യൻ ജനറൽ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് LLC വാഡിം വെലിക്കോ എന്നായിരിക്കണം, അവരുടെയൊക്കെ പേരുകൾ വ്യത്യാസം ഉണ്ടാവാം ഒരു പക്ഷേ. അപ്പോൾ അവർ തമ്മിൽ ചേർന്നിട്ടാണ് ഒപ്പിട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മോസ്കോയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ കരാറ് ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ പാക് PMന്റെ സ്പെഷ്യൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാരൂൺ അക്തർ ഖാനും പാകിസ്ഥാൻ അംബാസിഡർ, റഷ്യയിലെ പാക് അംബാസിഡർ ആയിട്ടുള്ള മുഹമ്മദ് ഖാലിദ് ജമാലിയും ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മോസ്കോയിൽ വെച്ച് വളരെ എല്ലാവരും ചേർന്ന് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നേരത്തെയും ഈ പറയുന്നത് പോലെ സോവിയറ്റ് കാലത്തും സോവിയറ്റ് പാകിസ്ഥാൻ എഞ്ചിനീയറിങ്ങിലൊക്കെ വലിയ രീതിയിൽ അഭിമാനമായിരുന്ന ഒരു കാര്യമാണ് ഈ ഇതെന്ന് പറയുന്നത്, സ്റ്റീൽ മിൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ അന്ധകാലത്തിലേ ഉണ്ടായിരുന്ന ഒരു കാര്യം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവരൊരു ടൈപ്പിലേക്ക് വരുന്നു. അപ്പോൾ ഈ ടൈപ്പിലേക്ക് വരുമ്പോൾ ഈ സ്റ്റീൽ മിൽസ് ഏറ്റെടുക്കാനായിട്ട് ചൈനയ്ക്കും താല്പര്യമുണ്ടായിരുന്നു. ചൈനയും കൂടി നോട്ടമിട്ടിരുന്ന ഒരു മാമ്പഴത്തിനെയാണ് റഷ്യ കൊത്തിക്കൊണ്ടു പോയത് എന്നുള്ളതാണ് അതിൽ നിന്നൊരു മനസ്സിലാക്കേണ്ടത്. അപ്പം നൂറ്റാണ്ട് മുമ്പ് മറന്നുപോയ ഒരു ഇതുണ്ട്. അതായത് നൂറ്റാണ്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ 71 പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യാവസായിക സമുച്ചയത്തിൻ്റെ അടിത്തറ പാകാനായിട്ട് സഹായിച്ചത് ഈ പറയുന്ന അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് അവഗണനയും വർദ്ധിച്ചു വരുന്ന നഷ്ടവും മാറി മാറി വരുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഈ സ്റ്റീൽ മില്ലിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ റഷ്യയുടെ ഈ പറയുന്ന ഹാരൂൺ അക്തർ ഖാൻ എന്ന് പറഞ്ഞല്ലോ, മൂപ്പര് പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ സഹായത്തോടെയുള്ള ഒരു പുനരുജ്ജീവനം ഒരു ബിസിനസ് കരാറിനേക്കാൾ കൂടുതലാണ്. ഇത് നമ്മുടെ നേരത്തെ പങ്കിട്ടിട്ടുള്ള വ്യാവസായിക ചരിത്രത്തെയും നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാവിയെയും പ്രതിഫലിപ്പിക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളിത് പറയുമ്പോൾ മാസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ചൈനയും കൂടി ഈ ഒരു കാര്യം കൊത്തിക്കൊണ്ടു പോകാനായിട്ട് താല്പര്യപ്പെട്ട് മുന്നിൽ നിന്നതാണ്. പാകിസ്ഥാനിൽ പല കാര്യങ്ങളും ചൈനയുടേതായിട്ട് സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെല്ലാം പുറമെയാണ് ഈ ഒരു കാര്യം കൂടി സ്വന്തമാക്കാൻ വേണ്ടി ചൈന പരിശ്രമിച്ചത്. അപ്പോൾ 2018 ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന PTI, ഇമ്രാൻഖാന്റെ പാർട്ടി, അത് പുനരുജ്ജീവന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ച സമയത്തും ആദ്യ ചർച്ചകൾക്കായി സമീപിച്ചത് ഒരു ചൈനീസ് കമ്പനിയെ ആയിരുന്നു. പക്ഷേ ആ ചർച്ചയൊന്നും മുഴുമിക്കാനായില്ല. അതായത് ആ ചർച്ച
മായി ബന്ധപ്പെട്ട് ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് ഒരിക്കൽ രൂപകൽപ്പന ചെയ്ത ഈ സ്റ്റീൽ പ്ലാന്റ് ഞങ്ങൾ തന്നെ പുനരുജ്ജീവിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് റഷ്യ കളത്തിലിറങ്ങിയത്. അപ്പം ഒരു മികച്ച നിർമ്മാതാവ് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ റഷ്യക്ക് ഒരു മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ PSM 2008 കുത്തനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താറുമാറായി പോയത്, അതായത് നശിച്ച് നാമാവശേഷമായി പോയത്. അപ്പോൾ 2008-2009 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ പ്ലാന്റ് ഇതിനകം തന്നെ 17 ബില്യൺ പാകിസ്ഥാൻ രൂപയുടെ കമ്മിയിലേക്കാണ് കൂപ്പുകുത്തിപ്പോയത്. അപ്പൊ അടുത്ത 5 വർഷത്തിനുള്ളിൽ സംഖ്യ കുതിച്ചുയർന്ന് 118 ബില്യണിലെത്തി. പക്ഷെ ഇത് വീണ്ടും താഴേക്ക് തന്നെ പോയി. അപ്പൊ ആദ്യം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും പിന്നീട് പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെയും നവാസ് ഷെരീഫിന്റെ കീഴിലുള്ള തുടർച്ചയായ സർക്കാരുകൾ പോലും ഈ യൂണിറ്റ് ഒക്കെ നശിഞ്ഞ് ഇല്ലാതെയാകുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2007-2008 പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ ഭരണകൂടം ഈ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്ത ലാഭം 9.5 ബില്യൺ രൂപയിലധികമായിരുന്നു. 2018 മെയ് 31 ആയപ്പോൾ ഇത് എന്ന് പറയുന്നത് 200 ബില്യൺ രൂപയിലേക്ക് കൂപ്പുകുത്തി നാമാവശേഷമായി. അതിൻ്റെ മൂല്യമൊക്കെ ഇടിഞ്ഞു തകർന്നു പോയി. അപ്പോൾ ഇതിന് ശേഷമാണ് ഈ പറയുന്ന രീതിയിൽ വീണ്ടും റഷ്യ തന്നെ, എന്നാൽ ഞങ്ങൾ തന്നെ തറക്കല്ലിട്ട സംഭവമാണല്ലോ, ഞങ്ങൾ തന്നെ പുനരുജ്ജീവിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. സ്മാരകമായി കിടക്കുന്നത് കണ്ടിട്ട് റഷ്യക്ക് സഹിച്ചില്ല. അപ്പൊ അങ്ങനെയും നമുക്ക് അതിനെ എടുക്കാം. മറ്റൊന്ന്, റഷ്യ ഇപ്പോ പൊതുവിൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടുന്നുണ്ട്. അവർക്ക് പുറത്ത് മറ്റൊരു പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അതൊരു ലാഭകരമായ പ്രവൃത്തിയാണ്. തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാജ്യത്തിന് സാമ്പത്തിക തകർച്ച അവിടെ അസ്ഥിരമായിരിക്കുന്നതുകൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ കുറച്ച് മന്ദഗതിയിലേക്ക് പോകുകയാണ്. അപ്പൊ മറ്റൊരു രാജ്യത്ത് ഇവർ ഇത് തുടങ്ങുകയും അതിലൂടെ വരുമാനം ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിന് പിന്നിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് എതിരെയാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യക്ക് വേണ്ടിയാണ് റഷ്യ കളത്തിലിറങ്ങിയതെങ്കിലോ, ഇന്ത്യക്ക് വേണ്ടി റഷ്യ കളത്തിലിറങ്ങിയതാണെങ്കിലോ അത് നമുക്ക് പറയാൻ പറ്റില്ല. ലോകരാഷ്ട്രങ്ങൾക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ ഒന്നും പറയാനൊന്നും പറ്റില്ല. ഇല്ല. അതായത് അവിടെ അസിം മുനീറിന്റെ നേതൃത്വത്തിൽ അസിം മുനീറിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ട്രംപ് അവിടെ പല പരിപാടികളും നടത്തുന്നുണ്ട്. ആ ട്രംപിന്റെ പരിപാടികൾ നടത്തുന്നതിനിടയിലാണ് അവിചാരിതമായിട്ട് റഷ്യയുടെ ഈ ഒരു തീരുമാനം വരുന്നത്. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട് പാകിസ്ഥാൻ അവിടെ ആരെന്ത് വന്ന് ചെയ്താലും പ്രശ്നമില്ല, അവരെ സംബന്ധിച്ച് പണം കിട്ടിയാൽ മതി. ആ പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് മുഴുവൻ ചെയ്തു കൊടുക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ ഒരു പോർട്ട് ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു വ്യോമത്താവളം ഒരാൾക്ക്, ഓരോ ഭാഗം മുറിച്ചു കൊടുക്കുന്നത് വരെ 99 വർഷത്തേക്കൊക്കെ ആയിട്ട് മുറിച്ചിങ്ങനെ കൊടുക്കുകയാണ്, പാട്ടം കൊടുക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നത് പോക്കറ്റിലേക്ക് ആക്കിയിട്ട് ഈ ഭരണ നേതൃത്വത്തിന്റെ, അതായത് അത് പൊളിറ്റിക്കലി ആയാലും ആർമി ആയാലും ഭരണ നേതൃത്വത്തിന്റെ മുൻനിരയിലുള്ളവർക്കൊക്കെ പൈസ കിട്ടും. സാധാരണ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ ട്രംപ് അവിടെ പലതരത്തിലുള്ള കുൽസിത പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് തന്നെ, അല്ലാണ്ട് ട്രംപിന് പാകിസ്ഥാനെ നന്നാക്കണം എന്നുള്ള വലിയ അതിയായ ആഗ്രഹം കൊണ്ടൊന്നുമല്ല ട്രംപ് അസിം മുനീറിനെ വിളിച്ച് ഉച്ചഭക്ഷണമൊക്കെ നൽകി ഞങ്ങളങ്ങ് വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്തു തരണം എന്നൊക്കെ താക്കീതൊക്കെ കൊടുത്തു വിട്ടിട്ടുള്ളത്. അവിടെ അധികം വൈകാതെ തന്നെ അവിടെ ഒരു അട്ടിമറി ഉണ്ടാകും, ഒരു സൈനിക ഭരണം. അതായത് ഷഹബാസ് ഷെരീഫിനെ അട്ടിമറിച്ച് ഈ മൂപ്പര് ആര്, ഈ ഫീൽഡ് മാർഷൽ അസിം മുനീർ വരും. അതിന് എന്താ പറയാ, മിണ്ടാതിരുന്നുകൊണ്ട് ട്രംപ് പിന്തുണയ്ക്കുകയും ചെയ്യും, കളമൊരുക്കി കൊടുക്കുകയും ചെയ്യും. ആ തരത്തിലുള്ള നീക്കങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അസിം മുനീറിനെ വെച്ചുകൊണ്ട് ഈ ബാക്കിയുള്ള ഭീകര സംഘടനയെ വെച്ചുകൊണ്ട് നിഴൽ യുദ്ധം അവിടെ നിന്ന് ഇന്ത്യക്കെതിരെ നടത്താൻ കഴിയും. നിഴൽ യുദ്ധം ഇന്ത്യക്കെതിരെ നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യ തിരിച്ചടിക്കേണ്ടി വരും. ഇന്ത്യയെ തിരിച്ചടിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക ശേഷിയിലെ സാമ്പത്തിക കുതിപ്പില് ഇടിവ് വരും. അപ്പോൾ അവിടെ അമേരിക്ക വിചാരിക്കുന്നത് പോലെ അമേരിക്കയ്ക്ക് എന്നും ഒന്നാമതായി നിൽക്കാനുള്ള ഒരു സാധ്യത വരും. ഒരുപക്ഷെ ഈ നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് റഷ്യ ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങിയതാണെങ്കിലും ഒരു പ്രോക്സി നിലപാട് അവരെടുക്കുമ്പോൾ, അമേരിക്ക എടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു പ്രോക്സി നിലപാട് എടുക്കാൻ കഴിയില്ല? അങ്ങനെയും ചിന്തിച്ചുകൂടെ? അപ്പൊ എല്ലാവരും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് ഇന്ത്യക്കെതിരെയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യക്കെതിരെ എന്നുള്ളതിനേക്കാൾ മറിച്ച് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള സോഴ്സുകളുണ്ട്. അങ്ങനെ റഷ്യ
കണ്ണും പൂട്ടി ഇന്ത്യയെ ചതിക്കും, എന്താ പറയാ, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ട്രംപിന് വേണ്ടി നിലനിൽക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജിയോ പൊളിറ്റിക്സ് ആണ്, എന്ത് മാറ്റവും വരാം. ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴും നമുക്ക് എന്നും നമ്മൾ പറയുന്ന പോലെ ട്രസ്റ്റബിൾ കൺട്രി എന്നുള്ള ഒരു പേരുള്ളത് കൊണ്ട് ഇന്ത്യയോട് ചേർന്ന് നിൽക്കാൻ ഒരു പറ്റം രാഷ്ട്രങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ട്, ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി അവരുടെ മണ്ണിലേക്ക് ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ അതിനൊരു കുതിപ്പിന് തടയിടാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളാണ് ട്രംപ് നടത്തുന്നതെങ്കിൽ അവിടെ നിന്നും മറുപടി നമുക്കും കൊടുക്കാൻ പറ്റും എന്ന് കൂടി നമുക്ക് ഇതിനെ വായിച്ചെടുക്കാൻ പറ്റും.